ഗൈസ് പുതുവടിക്കെല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് നമ്മളിന്നൊരു പടം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ നമ്മൾ ദുരന്തർ അടിപൊളി പടം എന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാത്രി 10:30 ഷോയ്ക്ക് മൈ സിനിമ സംഗമാലി. സോ എന്താവുന്നുള്ളത് ബാക്കി പോയിട്ട് സക്സസ് ആവാണെങ്കിൽ കാണിച്ചു തരാം. മൈ സിനിമ സംഗമാലി ഗൈസ് അടിപൊളിയായിട്ട് അവിടെ സ്ക്രീൻ 192 റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് കേട്ടത്. സോ എന്തായാലും നമുക്ക് പോയി നോക്കാം. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോകാം. കിട്ടുകയാണെങ്കിൽ ബാക്കിയാണ് ചിലം. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ പടം കണ്ടിട്ട് ബാക്കി കാര്യങ്ങളാണ്. സ്ക്രീൻ 2-ലാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി. സോ സ്റ്റെപ്പൊക്കെ സീനായിട്ട് ഒരു രക്ഷയില്ലാത്ത ഡിസൈനും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ സീറ്റിംഗ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി സോഫ പോലെ ഇരിക്കുന്ന നല്ല അടിപൊളി സീറ്റിങ്ങും പിന്നെ നല്ല വലിയ സ്ക്രീനും ആയിരുന്നു. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ ദുരന്തർ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. 3:15 അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു പടം. പക്ഷേ നമ്മൾ ഇൻ്റർവെൽ സമയം നോക്കുമ്പോഴാണ് അറിയണത് ഇത്രയും സമയം പോയി എന്നുള്ളത്. നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ കൊണ്ടുപോയി പടം. പിന്നെ അതിലെ വില്ലനായിട്ട് അഭിനയിച്ച പുള്ളി അക്ഷയ് ഖാന സീനു രക്ഷയില്ല. ചാവയിൽ കണ്ട പോലെ തന്നെ പുള്ളി ഇതിൽ വൻ ടെററായിട്ടുള്ളൊരു വില്ലൻ സെറ്റപ്പും കാര്യങ്ങളും. പിന്നെ രൺവീർ സിംഗ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം സെറ്റപ്പായിരുന്നു. BGM മ്യൂസിക്കും കാര്യങ്ങളൊക്കെ രക്ഷയില്ല. സോ ഇത്രയും ലെങ്ത് ആയിട്ടുള്ള ഒരു മൂവി കണ്ടതിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നമ്മൾ ആനിമലിൻ്റെ പോലെ തന്നെ നമുക്ക് ഫുള്ള് എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു പടമായിട്ടാണ് തോന്നിയത്. സോ നിങ്ങൾ തിയേറ്റേഴ്സിൽ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുന്നതാണ്. അത്യാവശ്യം വലിയ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ട് കാണാനായിട്ട്. സെറ്റപ്പാണ്. സോ വെയിറ്റിംഗ് ഫോർ പാർട്ട് 2 അല്ലേ? മാർച്ച് 19 പാർട്ട് 2 വരുന്നത്. സോ അതിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സോ ഇതാണ് നമ്മുടെ റിവ്യൂ. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോട്ടെ ഗൈസ്. ബൈ.